ഇന്ത്യയിലെ പല റോഡുകളിലും ഗതാഗതക്കുരുക്ക് കാരണം നിരവധി അപകടങ്ങളാണ് മുൻപ് ഉണ്ടായിരുന്നത്. എന്നാൽ മേൽപ്പാലങ്ങൾ വന്നതോടെ ഇതിന്റെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, നഗരങ്ങളിലെ പ്രധാന ജംഗ്ഷനുകളിൽ തിരക്ക് കുറയ്ക്കാനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മേൽപ്പാലങ്ങളിൽ വെച്ച് അപകടമുണ്ടായാൽ അത് വളരെയധികം ഭീകരമായിരിക്കും. ഈ ഭീകരത തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ബംഗളൂരുവിൽ ഒരു ബസ് അപകടത്തിൽപ്പെട്ടതിന്റെ വീഡിയോയായിരുന്നു അത്. ഏകദേശം 40 അടി ഉയരമുള്ള മേൽപ്പാലത്തിന്റെ മുകളിൽ നിന്നും പകുതിയോളം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ബസിന്റെ ചിത്രങ്ങളും വീഡിയോയുമായിരുന്നു അത്. ക്രിസ്ത്യൻ മാത്യു ഫിലിപ്പ് എന്ന എക്സ് ഉപഭോക്താവാണ് അപകടത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും പങ്കുവച്ചിരിക്കുന്നത്. ബംഗളൂരു അപ്ഡേറ്റ്സ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലും ഇതിന്റെ വീഡിയോ ലഭ്യമാണ്. നിരവധി പേരാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. മെയ് 18 സംഭവം നടന്നതെങ്കിലും ഇതിന്റെ വീഡിയോ വൈറലായത് ഇപ്പോഴാണ്. തുമകുരു റോഡിൽ നെല്ലമംഗലയ്ക്ക് സമീപം മദനായകനഹള്ളിയിൽ വെച്ചാണ് കർണാടക KSRTC ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത്. തുടർന്ന് ബസ് ഡിവൈഡറിൽ ഇടിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു എന്നാണ് എക്സ്പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. 2 മേൽപ്പാലങ്ങൾക്കിടയിലെ ശൂന്യമായ സ്ഥലത്തേക്കാണ് ബസിന്റെ പുറകിലെ ടയറുകൾ തൂങ്ങിക്കിടന്നത്. ബസിന്റെ പിറകിലെ ടയറുകൾ തൂങ്ങിക്കിടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പാലത്തിന് താഴെ നിന്നുള്ള ദൃശ്യങ്ങളിൽ ബസിന്റെ പിൻ ടയറുകൾ വായുവിൽ ഉയർന്നു നിൽക്കുന്നതും കാണാം. അരസിനകുണ്ടയ്ക്ക് സമീപം അടകമാരനഹള്ളി ജംഗ്ഷനിൽ വെച്ച് ഡ്രൈവർക്ക് പെട്ടെന്ന് ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ഇതിനെ തുടർന്ന് പാലത്തിന്റെ മതിൽ ഇടിച്ച് അപകടമുണ്ടാകുകയുമായിരുന്നു എന്നാണ് നെലമംഗല ട്രാഫിക് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞത്. മുന്നിലുള്ള കാറുമായി കൂട്ടിയിടി ഒഴിവാക്കാൻ വെട്ടിച്ചതാണ് ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കുകൾ പറ്റിയതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപകടത്തെ തുടർന്ന് ഏറെ നേരം മേൽപ്പാലത്തിലൂടെയുള്ള ഗതാഗതം സ്തംഭിച്ചിരുന്നു. ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന് നിരവധി പേരാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരോപിച്ചത്. അതേസമയം ബംഗളൂരുവിലെ പല ഡ്രൈവർമാരും വാഹനമോടിക്കുമ്പോൾ മൊബൈലിൽ സിനിമകൾ പോലും കാണുന്നുണ്ട് എന്നാണ് ചിലർ ആരോപിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.